ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് എൻജോയ്. ടുമോറോ വി മേ ഡൈ. ആരാ പറഞ്ഞെന്നറിയാവോ? എപ്പിക്യൂറിയൻ. എപ്പിക്യൂറിയനോ? എപ്പിക്യൂറിയൻ അല്ലടോ, എപ്പിക്യൂറിയൻ, ദ ഗ്രേറ്റ് ഗ്രേറ്റ് ഫിലോസഫർ. പാവം എപ്പിക്യൂറിയൻ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ചക്രവർത്തി കൽപ്പിച്ചു, ഇവൻ യുവതലമുറയെ വഴിതെറ്റിക്കുന്നു, ഇവന്റെ തല തെറിക്കട്ടെ. നല്ലവനായ എപ്പിക്യൂറിയന്റെ തല തെറിച്ചു. മഹാനായ എപ്പിക്യൂറിയന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ. സർ, എന്തായി കാണിക്കുന്നത്? ആ, നമസ്കാരം. ഞാനൊന്ന് മൂത്രിക്കാൻ പോയ തക്ക നോക്കി മുങ്ങിക്കളഞ്ഞല്ലേ. എത്ര നേരമായിട്ട് ഞാൻ എവിടെ അന്വേഷിച്ചെന്നറിയോ? ഇവിടെ അന്വേഷിച്ചോ? അന്വേഷിച്ചല്ലോ, എന്നിട്ടല്ലേ കണ്ടത്. അന്വേഷിക്കണം. ജീവിതം തന്നെ ഒരു അന്വേഷണമല്ലേ? വേസ്റ്റ് ആയ ഒരു അന്വേഷണം. വേസ്റ്റ് ആക്കാൻ നമുക്ക് സമയമില്ല. Eat, drink and enjoy. Tomorrow we may die. I may die. You may die. ഇവിടെ ഇരിക്കുന്ന മാന്യ മദ്യപാനികൾ, എത്രയെത്ര കുടുംബങ്ങൾ തകർത്തുല്ലസിക്കുന്നവർ. They may die. സോറി, ഒരു തുള്ളി പോലും കുടിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? ഡോക്ടർ അത് പറയും. അത് പറയാനുള്ള അവകാശം അയാൾക്കുണ്ട്. കാരണം അയാൾ ഒരു ഡോക്ടറാണ്. എന്നാൽ അത് അനുസരിക്കാതിരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം ഞാനൊരു രോഗിയാണ്. ബട്ട് ഞാൻ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാനുള്ള അവകാശം തനിക്കില്ല. ബിക്കോസ് താൻ എന്റെ കീഴ് ജീവനക്കാരനാണ്. യു ആർ മൈ സബോർഡിനേറ്റ്. വൺ ഡബിൾ ആർ. അയ്യോ, എനിക്ക് വേണ്ട സാർ. ആ മാനേജർ എങ്ങനെ അറിയാൻ? പണി പോവും. പണി പോണം. ഒരു പണി പോയാൽ വേറൊരു പണി, അതും പോയാൽ മറ്റൊരു പണി. അങ്ങനെ പണിഞ്ഞു 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 നീ ഒരു പണിക്കരാകണം. ഒരു പണി തീരാത്ത വീടാകണം. കഴിക്കേ സാർ. മദ്യം വേസ്റ്റ് ആക്കരുത്. മഹാപാവമാണ്. കഴിക്കേ. ഇറ്റ്സ് ആൻ ഓർഡർ. കഴിക്കാനല്ലേ. Eat, drink and enjoy. Tomorrow we may die. You may die. I may die. ഇവിടെ ഇരിക്കുന്ന മാന്യ മദ്യപന്മാർ എത്ര എത്ര കുടുംബം കൊളം തോന്നി. വർഗീസ്, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. അവന്മാരോട് ദൈവം ചോദിക്കും, ദൈവം ചോദിക്കും. 2 double large without soda. ബാക്കി ഇരിക്കട്ടെ. ഇറങ്ങ, ഇങ്ങോട്ട് ഇറങ്ങ. Yes. ഇതേതാ പുതിയൊരു ബാർ? നമ്മളെ ലിസ്റ്റില്ലല്ലോ. മാറി നെല്ലി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇത് ആശുപത്രിയാണ്. ആശുപത്രി? നമ്മളെന്തിനാ ആശുപത്രിയില്ലെന്ന്? എനിക്ക് എന്താ അസുഖം? തനിക്ക് അടി കൊള്ളാത്തതിന്റെ അസുഖം. ഒന്നും മിണ്ടാതിരിക്കടോ. ആ സെക്യൂരിറ്റി അങ്ങനെ കണ്ടാ പിടിച്ച് പുറത്താക്കും. നമുക്ക് എന്തിനാ സെക്യൂരിറ്റി? നമുക്ക് ഒറ്റക്ക് പോവാലോ. എന്താ എന്താ താൻ എവിടെ പോയി കിടക്കായിരുന്നു? ഒരു പേഷ്യന്റ് ഇവിടെ മരിക്കാൻ കിടക്കുന്നു. അർജന്റായിട്ട് മരുന്ന് വാങ്ങാൻ വിട്ട് താൻ എവിടെ ആയിരുന്നു? ഏത് പേഷ്യന്റ്? പേഷ്യന്റ് സാറല്ലേ? ഇപ്പൊ പേഷ്യന്റ് ഞാനായി. പേഷ്യന്റ് ഞാനായി സാറേ. അക്യൂട്ട് ബ്രോങ്കൈറ്റൽ സിൻഡ്രോം പിടിച്ച ഒരു പേഷ്യന്റ് അവിടെ മരിക്കാൻ കിടക്കുന്നു. മരുന്ന് മേടിക്കാൻ പോയ താൻ എവിടെ ആയിരുന്നു? എന്ത് മരുന്ന്? ഓ, മറ്റേ മരുന്ന്. ഊതറോ, ഊതാൻ. എന്തൊരു വേണം? വെള്ളം വെള്ളം വെള്ളം. എടോ, ഡോക്ടർ ഹരിപ്രസാദിന്റെ ഫ്രണ്ടാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലല്ലോ. അയാളുടെ പേര് താൻ ഇല്ലാതാക്കുമല്ലോ. ഏത് ഹരിപ്രസാദ്? ഇപ്പൊ ഡോക്ടർ ഹരിപ്രസാദ്. ഏത് ഹരിപ്രസാദ്? എടോ, ഡോക്ടർ ഹരിപ്രസാദിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു മരുന്ന് മേടിക്കാൻ പറഞ്ഞു വിട്ടാണ് താൻ. നടക്കണോ, നടക്കണോ. നെല്ല് സാറേ, ഇന്ന് ഡോക്ടർ ഹരിപ്രസാദ് രണ്ടിലൊന്ന് തന്റെ അന്ത്യം ഇന്ന്. നടക്കണോ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ബാലകൃഷ്ണനോട് ചോദിച്ചത്. ഞങ്ങളിങ്ങനെ പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി പോയതാ. അതെ അതെ, നല്ല കാറ്റാണല്ലോ വായിന്ന് വരുന്നത്. മദ്യപിച്ച് ലെക്ക് കേട്ട് തോന്നുമ്പോ കയറി വരാൻ ഇറങ്ങിപ്പോകാനും ഇത് സത്രമൊന്നുമല്ല. ഞാൻ ഡോക്ടറോട് പറയട്ടെ? അയ്യോ സിസ്റ്ററെ, ഇതൊക്കെ എന്തിനാ ഡോക്ടറോട് പറയുന്നത്? പ്ലീസ്, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. സമ്മതിച്ച് ഞാൻ അല്പം കുടിച്ച്. ഞാനൊരു കമ്പനി കൊടുത്തു. ബാലകൃഷ്ണൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. മറക്കുന്നില്ല സിസ്റ്ററെ, അതുകൊണ്ടല്ലേ സ്വല്പം കുടിക്കുന്നേ. സിസ്റ്റർക്ക് അറിയാമല്ലോ മരണത്തെ കാത്തു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ നിസ്സഹായാവസ്ഥ. സത്യം പറയാമല്ലോ സിസ്റ്ററെ, ആകെ കൂടിയുള്ള ഒരു ആശ്വാസം മാലാഖമാരെ പോലെ പുഞ്ചിരിച്ചു നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ സുന്ദരമായ മുഖം കാണുമ്പോഴാണ്. തീർച്ചയായിട്ടും. ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ.
അതെല്ലാം തകർന്നു വീണുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുമ്പോ അല്പ കുടിച്ചുപോയി. അത് തെറ്റാണെന്ന് സിസ്റ്റർ പറയൂ, ഈ നിൽക്കുന്ന വർഗീസ് പറയൂ. ഇതൊക്കെ പറഞ്ഞ സിസ്റ്റർക്ക് മനസ്സിലാവും, പക്ഷെ ഡോക്ടർ ഹരിപ്രസാദിന് മനസ്സിലാവില്ല. കാരണം മനുഷ്യ ശരീരത്തെ കീറി മുറിക്കുന്ന അയാളുടെ മനസ്സ് പച്ചമാംസവും ചോരയും കണ്ട് മരവിച്ചിരിക്കുക. ബാലകൃഷ്ണ, സിസ്റ്റർ പോയിക്കോളൂ. ബാലകൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാ. പച്ചമാംസവും ചോരയൊക്കെ കണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സ് മരവിച്ചിരിക്കുക. എടോ, ഒരു രോഗിയുടെ അടുത്ത് ഡോക്ടർ ഒരിക്കലും സിമ്പതി കാണിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് അയാളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും, അല്ലേ? ഡോക്ടർ, ഞാൻ അങ്ങനെ ബാലകൃഷ്ണനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, മദ്യപാനവും പുകവലിയും ഒന്നും പാടില്ലെന്ന്. ഞാൻ പുകവലിച്ചില്ല, സത്യമായിട്ടൊന്നും പുകവലിച്ചില്ല. തന്റെ രോഗത്തിന്റെ സീരിയസ്നെസ് തനിക്ക് മനസ്സിലായിട്ടില്ല. യുനോ, യു ആർ ഇൻ ഡേഞ്ചർ. മരിക്കാൻ പോകുന്ന ഒരു രോഗിക്ക് സ്വല്പം മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ ഡോക്ടർ? ആര് പറഞ്ഞു താൻ മരിക്കാൻ പോവാണെന്ന്? പിന്നെ ഞങ്ങൾ എന്തിനാ അമേരിക്കയിൽ ലണ്ടനിലൊക്കെ പോയി പഠിച്ചു വന്നിരിക്കുന്നത്? പേരിന്റെ കൂടെ ഒരു വാലും കൂടെ ചേർക്കാനാ? ബാലകൃഷ്ണ, തന്റെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാനല്ലേ ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത്. പ്രൊവൈഡഡ് തന്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രം. എന്താ ബാലകൃഷ്ണൻ ഒന്നും മിണ്ടാത്തത്? മദ്യപാനവും പുകവലിയും കംപ്ലീറ്റ് ആയിട്ട് നിർത്താം, പക്ഷേ ഞാൻ മരിക്കില്ല എന്ന് ഡോക്ടർക്ക് ഉറപ്പുവരാൻ പറ്റുമോ? അയ്യോ, മരുന്ന് കഴിക്കാൻ സമയമായി. സമയത്തിന് മരുന്ന് കഴിക്കണ്ടേ? ഗുഡ് നൈറ്റ് ഡോക്ടർ. നല്ലോണം പ്രാർത്ഥിച്ചോളൂ. മൃത്യുഞ്ജയ ഹോമം ഇന്ന് എത്ര അമ്മേ? 5. ഇനി 4 കൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഇനി 4 ദിവസം, അതോടെ എല്ലാം കഴിയും. അറം പറ്റുന്ന വർത്താനൊന്നും പറയല്ലേ മോനെ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. നിനക്ക് തമാശ, അമ്മയുടെ ഉള്ളു കിടന്ന് ഈ പിടയ്ക്ക. ബാലേട്ടൻ എന്നും ഇങ്ങനെയാ, വെറുതെ ഓരോന്ന് പറഞ്ഞ് അമ്മയെ വേദനിപ്പിക്കും. ഇനി ഇന്ന് മുഴുവൻ കരയാൻ അമ്മയ്ക്ക് ഇത് മതി. നിന്റെ കല്യാണം നടന്ന് കാണണമെന്ന് ചേട്ടൻ ആഗ്രഹം ഉണ്ടായിരുന്നു. സാരമില്ല, അതിന് വിധിയില്ല എന്ന് കരുതി സമാധാനിച്ചോളാം. ഒരു ദിവസമെങ്കിലും ഇത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? അവരങ്ങനെ പറയൂ ഗോപി. ഞാൻ മരിച്ചാ പിന്നെ കുടുംബം നോക്കേണ്ടത് നീയാ. നല്ലവണ്ണം പഠിച്ച് പാസ്സായ ചേട്ടന്റെ ബാങ്കിൽ തന്നെ നിനക്ക് ജോലി കിട്ടും. ആ പിന്നെ നാഷണൽ ഹൈവേക്ക് വേണ്ടി നമ്മുടെ വീടിന്റെ തെക്കേ പറമ്പ് അക്യൂർ ചെയ്യുന്നതായിട്ട് കേട്ടു. അങ്ങനെയാണെങ്കിൽ വടക്ക് വശത്ത് അടയ്ക്കാ മതി. ഒന്ന് നിർത്തുന്നുണ്ട് ചേട്ടാ, കുറെ അധികം ഉണ്ട്. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നതിന് നീ ദേഷ്യപ്പെടുന്ന എന്തിനാ? എന്താ അവിടെ ഒരു ബഹളം? വാർഡ് മുഴുവൻ കേൾക്കാലോ. കേട്ടില്ലേ ചേട്ടാ ഇതൊക്കെ? മരിക്കാൻ പോവാന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചിരിക്കുക. മനസ്സിന്റെ വിഷമം കൊണ്ട് അവൻ ഓരോന്ന് പറയുന്നത് നീ അത്ര കാര്യാക്കണ്ട. എന്ത് വിഷമം? അമ്മാവനും ഇതൊക്കെ കേൾക്കാൻ നിന്നിട്ടേ എന്നോട് മാതിരി ഒന്നും പറയില്ലല്ലോ. ഡോക്ടർ വന്നിട്ടുണ്ട്, ആരോടെങ്കിലും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വളരെ റെയർ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഡിസീസ് ആണ് ബാലകൃഷ്ണന്റേത്. ഇതിന് കഞ്ചസ്റ്റീവ് കാർഡിയോമയോപ്പതി എന്ന് പറയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ മരുന്നുകൊണ്ട് ഇനി ഈ രോഗം ഭേദമാക്കാൻ ഒക്കില്ല. ഇനിയിപ്പോ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഐ മീൻ ഹൃദയം മാറ്റിവെക്കുക. നമ്മുടെ നാട്ടിൽ വളരെ റെയർ ആയിട്ടേ ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ സ്റ്റേറ്റ്സിലും മറ്റും ഇതിപ്പോ വളരെ കോമൺ ആണ്. അതൊക്കെ നടക്കൂ ഡോക്ടർ? അതിനുള്ള ആധുനിക ഉപകരണങ്ങളും സൗകര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിലുണ്ട്. പക്ഷേ ബാലുവിന്റെ ശരീരഘടനക്കിണങ്ങുന്ന ഒരു ഹാർട്ട് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. കിഡ്നിയോ കണ്ണോ ഒക്കെ പോലെ ഹൃദയം നമുക്ക് 2 എണ്ണം ഇല്ലല്ലോ. മരിച്ച ഏതാനും മണിക്കൂറുകൾക്കകം ഹാർട്ട് പ്രിസർവ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഹൃദയം ദാനം ചെയ്യാവുന്ന ഒരാളെ കിട്ടാനാണ് പ്രയാസം. ബാലുവിന്റെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അതിനുള്ളിൽ അങ്ങനെ ഒരു ഡോണറെ കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? അതിന് ഒരുപാട് പണച്ചെലവുണ്ടാവില്ലേ? ചെലവിന്റെ ഒരു പങ്ക് ഹോസ്പിറ്റൽ വഹിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ബാലുവിന്റെ ബാങ്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടില്ലേ? കുറച്ചൊക്കെ നിങ്ങളും കരുതണം. എനിക്കിപ്പോ ഇവിടെ ഉള്ള ഏക ബുദ്ധിമുട്ട് ബാലുവിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. പുക വലിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അനുസരിക്കണ്ടേ? ഏത് സമയത്താണ് ഓപ്പറേഷൻ വേണ്ടി വരിക എന്ന് പറയാനൊക്കില്ല. അതുകൊണ്ട് പേഷ്യന്റ് എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. അതൊന്ന് ബാലുവിനെ പറഞ്ഞു മനസ്സിലാക്കണം.